ഗൈസ്, നമ്മുടെ നാട്ടിലൊക്കെ വാർഡ് മെമ്പർമാരുണ്ടാകും. എന്നാൽ ഒരു വാർഡ് മെമ്പർ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരികയാണ് ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ പുത്തനത്താണി ഭാഗത്തുള്ള വാർഡ് 22-ലെ ജനകീയ മെമ്പറായിട്ടുള്ള സക്കരിയ പുത്തനത്താണി. തൻ്റെ വാർഡ് നിവാസികൾക്ക് വേണ്ടി 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഗ്രാമോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ജനകീയ മെമ്പറായിട്ടുള്ള സക്കരിയ പുത്തനത്താണി. ചുങ്കം അംഗനവാടിയും അല്ലമീൻ കുട്ടികൾക്ക് സ്നേഹതീരം ക്ലബ്ബുകൾ ഒരുമിച്ചും പള്ളിപ്പാറ അംഗനവാടിയും കൈരളി ക്ലബ്ബും അതുപോലെ തന്നെ പുത്തനത്താണി മതിലോൾ അംഗനവാടിയും ഗല്ലി ക്ലബ്ബും തമ്മിൽ സംയുക്തമായിട്ട് 3 കാറ്റഗറിയിലായിട്ട് വാർഡിലെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തുടർന്നുള്ള പരിപാടിയിൽ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിപാടിയുടെ ആദ്യ ദിവസം ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെയുള്ള ഗെയിംസ് മത്സരങ്ങളായിരുന്നു. ഫുട്ബോളിൽ ഗല്ലി പുത്തനത്താണി ഓവറോൾ ചാമ്പ്യന്മാരായി. രണ്ടാമത്തെ ദിവസം സ്റ്റേജ്, ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത്. വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് 200ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. كان يبغيني واليوم تغير حاله كأني ما في أي سوء وغيابه علي طول لازم شي حد في باله والله حالي بنعاول ومال حبيبي ماله قولوا لي واش جراله البارح كان يبغيني واليوم تغير حاله كأني ما في أي سوء وغيابه علي طول لازم شي പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിലാണ് സമ്മാനദാനം നടന്നത്. തുടർന്ന് നടന്ന ഇശൽ നൈറ്റും വലിയ സ്വീകാര്യതയാണ് വാർഡ് നിവാസികൾക്ക് ഉണ്ടാക്കിയത്. ഒന്നാണ് എന്നുള്ള ആ മഹിതമായ ഒരു സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളിതാ പ്രിയപ്പെട്ട അൻഫാൽ, ഞാനും ഒരു ഗസ്റ്റായിട്ട് ഈ പരിപാടിയുടെ ആദ്യാവസാനം വരെ ഉണ്ടായിരുന്നു. മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് പള്ളിപ്പാറ അംഗനവാടിക്ക് കീഴിലുള്ള കൈരളി ചെല്ലൂർ ക്ലബ്ബാണ്.
മക്കളെ ശ്രദ്ധിക്കും. ആ ചേരിലിരിക്കുന്ന ചെറിയ മക്കളൊക്കെ പഠിച്ചവനെ എൻ്റെ ചെറിയ ചെക്കനിട്ടിട്ടാണ് കുലിക്കണത്. അങ്ങനെ ഒരു വാർഡിലെ മുഴുവൻ ആളുകളും ഒരുപോലെ എൻജോയ് ചെയ്ത ഈ ഒരു ഗ്രാമോത്സവം ഇവിടെ സമാപിക്കുകയാണ്. എന്തായാലും ഈ വാർഡ് 22-ലെ ജനങ്ങളെ ഓർത്ത് എനിക്ക് അസൂയ തോന്നുകയാണ്. കാരണം ഇതുപോലെ ഒരു ജനകീയ മെമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റു വാർഡുകളിലെ മെമ്പർമാർക്കും ഇതൊരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.